രാവിലെ സിസ്റ്റൗണ്ടി റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. കോട ഇങ്ങനെ കയറി നിൽക്കുന്നതാണ്. ഹായ്, നമസ്കാരം. ട്രാവൽ വ്യൂസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? സിസ് കൗണ്ടി റിസോർട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തി, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എണീറ്റു ഫുഡ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഈ റൂഫ് ടോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഉള്ള ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മുടെ ഈ ട്രിപ്പ് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിസ് കൗണ്ടി റിസോർട്ടാണ് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റൂഫ് ടോപ്പിൽ പോകണം. അതിൻ്റെ കൂടെ എൻ്റെ കൂടെ ഉള്ള ആളിനെ കാണാനില്ല. അണ്ണോ, എങ്ങനെയുണ്ട് ഇന്നലത്തെ? കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. എന്തോ സുഖം, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് തന്നെയല്ലേ. രാവിലെ എണീച്ചൊരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സുഖം. ചൂടുവെള്ളത്തിൽ അതെ അതെ, അല്ലാതെ കുളിക്കാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പാണ്. അപ്പോൾ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ബാൽക്കണി നിന്നുകൊണ്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അപാര വ്യൂ ആണ്. സിസ് കൗണ്ടി റിസോർട്ടിനെ പറ്റി അറിയണമെന്നുള്ളവർക്ക് നമ്മുടെ പഴയ വീഡിയോ കാണാം. മാറ്റങ്ങളൊന്നുമില്ല. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് അവരിപ്പോഴും ഇത് സൂക്ഷിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അതേ റൂമിലാണ് നിൽക്കുന്നത്. ആ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. കണ്ടോ, ഒരു തിരക്കും ഇല്ലാതെ നല്ല സൈലന്റ് പ്ലേസ് ആണ്. ഇതോ ആ കാണുന്നതാണ് നമ്മൾ അന്ന് അവിടെ കാണുന്നില്ലേ ഒരു പൈപ്പ് ലൈൻ? അതാണ് ഇന്നലെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തത്. ആ പൈപ്പ് ലൈൻ ഇവിടെയാണ് വരുന്നത്. ഈ പവർ ഹൗസിലേക്കാണ് ആ പൈപ്പ് ലൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് പോവാം. വിശക്കുന്നു. അപ്പോൾ സിന്ധ്യ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വെച്ചാണ് പരിചയപ്പെടുത്തിയത് അല്ലേ? ഇവിടെ വെച്ചാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്? ദോശയുണ്ട്, പുരിവഞ്ചുണ്ട്, പിന്നെ ഉത്തപ്പം, എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ട, നെയ് റോസ്റ്റ്. അവിടെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, 4 പൂരി കഴിക്കണ ഹെവിയാണ് കേട്ടോ. ഇതേപോലെ അത് തൊപ്പിയാണ് കേട്ടോ. എനിക്ക് നീളം കൂടിയ സാധനം ഇപ്പൊ ഹെവിയായി ഇല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ രാവിലെ സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. നമ്മൾ താമസിച്ച സിസ് കൗണ്ടി റിസോർട്ടാണ് ബാക്കിൽ കാണുന്നത്. പുതുതായിട്ട് കാണുന്നതൊക്കെ വേണ്ടിയാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ നമ്മുടെ സിസ് കൗണ്ടിയുടെ മാനേജർ ബിനു, പുള്ളിക്കാരൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പുള്ളിയാണ് നമ്മളെ ഇന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? നമ്മൾ മൂന്നാറിന്റെ കാണാപ്പുറങ്ങൾ തേടി ഇന്ന് നമ്മൾ നമ്മുടെ ചിന്നക്കനാൽ മേഖലയിലേക്കാണ് യാത്ര. രാവിലെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ. ശരി, ഓക്കെ. ഇപ്പൊ നമ്മള് എസ്റ്റേറ്റ് പൂപ്പാറ എസ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മരങ്ങളിലൊക്കെ കണ്ടോ കുരുമുളക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്.
എല്ലാം കുരുമുളക് കൃഷിയാണ് അല്ലേ ഇവിടെ? കാറ്റാടി മരത്തിനെ വെട്ടി വിട്ടേക്കാണ് അല്ലേ? ക്രോപ്പ് ചെയ്ത് വിട്ടിട്ടാണ് അതിൽ കുരുമുളക് ഇങ്ങനെ പടത്തി വിട്ടേക്കുന്നത്. മൂന്നാർ ബൈപ്പാസിൽ കൂടെയാണ്, അതായത് കൊച്ചി മധുര ബൈപ്പാസ് അല്ലേ ഇവിടെ പോകുന്നത്, ഹൈവേ അതിൽ കൂടെയാണ് പോകുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാടിന്റെ വ്യൂ കാണാൻ പോവാണ്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണല്ലേ നമ്മൾ പോകുന്നത്? വ്യൂ കാണാൻ എത്തില്ല. നമ്മുടെ ഒരു ഹെയർ പിന്നുകളാണ് മൊത്തം. നമ്മുടെ വയനാട് ചുരത്തിനേക്കാളും കൂടുതൽ ഹെയർ പിൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ശരി, അത് കാണാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബോഡിമെട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ അതിർത്തിക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ് ബോഡിമെട്ട്. തേനി ജില്ലയിലെ മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് ബോഡിമെട്ട്. പൂപ്പാറയിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് ബോഡിമെട്ടിലേക്ക്. തമിഴ്നാട്ടിലെ പ്രധാന ഏലം കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ബോഡിമെട്ട്. മൂന്നാർ, മറയൂർ, തേക്കടി, കൊടൈക്കനാൽ, ആനയിറങ്കൽ അണക്കെട്ട് തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപത്താണ് ബോഡിമെട്ട് വ്യൂ പോയിന്റ് ഉള്ളത്. സ്വിസ് കൗണ്ടി റിസോർട്ടിൽ നിന്നും ഏകദേശം 43 കിലോമീറ്റർ ദൂരമുണ്ട് ബോഡിമെട്ട് വ്യൂ പോയിന്റിലേക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇതുപോലെ നമുക്ക് വന്നൊന്ന് കാണാൻ വേണ്ടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിനി എങ്ങോട്ടാണ്? ഇനി എങ്ങോട്ടാണ്? ചിന്നക്കനാൽ ചിന്നക്കനാൽ പോണ വഴിയിൽ നമ്മൾ ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മൾ കാണിച്ചു പോകുന്നു. അതെ. അപ്പം നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ ബോഡിമെട്ട് വ്യൂ പോയിന്റിൽ നിന്ന് നേരെ പോകുന്നത് സൂര്യനെല്ലിയിലോട്ടാണ് കേട്ടോ. അവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടത് നമ്മൾ സൂര്യനെല്ലിയിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ അങ്ങനെ സൂര്യനെല്ലിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സൂര്യനെല്ലി എന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് നമുക്ക് കൊളുക്ക് മലയിലേക്ക് പോകേണ്ടത്. ആ കാണുന്ന ഷെഡില്ല, ആ ഷെഡിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു വേണം നമുക്ക് കൊളുക്ക് മലയിലേക്ക് പോകാൻ. അവിടെ ഇപ്പോൾ മഴ പ്രമാണിച്ച് അവിടെ കളക്ടർ തൽക്കാലത്തേക്ക് മറ്റേ ട്രക്കിംഗ് നിരോധിച്ചു വെച്ചേക്കാം. ശരി. മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു പ്രിക്കോഷൻ എടുത്തേക്കാണ്, മുൻകരുതൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ സൂര്യനെല്ലി ടൗണിനകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ റോഡിനിടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനി നേരെ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന ചിന്നക്കനാൽ. നമ്മളിപ്പം ഇങ്ങോട്ട് വന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ സിസ്കോണ്ടി റിസോർട്ടിൽ നിന്ന് നേരെ രാജാക്കാട് എത്തി. രാജാക്കാട് നിന്ന് നമ്മൾ പൂപ്പാറ എത്തി. പൂപ്പാറയിൽ നിന്ന് നമ്മൾ ബോഡിമെട്ട് വ്യൂ പോയിന്റ് ഒക്കെ പോയി കണ്ടു. വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ BL റാം വഴി സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തോട് കയറിയിട്ട് നമ്മളിപ്പോ നമ്മൾ ചിന്നക്കനാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിയിലാണ് യുക്കാലിപ്സ് ചെടിയെല്ലാം നിന്നാലേ നല്ലൊരു കാഴ്ചയായിരുന്നു. നല്ല ഒരു എന്താണ് കോടയും ഒക്കെ കൂടെ കിട്ടി. നല്ലൊരു കാഴ്ച നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. മൂന്നാറിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊന്നും കാണാത്ത സ്ഥലങ്ങളാണിത്. കാണാത്ത സ്ഥലങ്ങൾ കാണിക്കുകയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെ അതെ, നല്ല തണുപ്പും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അതെ അതെ അതെ, കണ്ട് പോവാം. ഇവിടെയൊക്കെ കോട ഇങ്ങനെ മൂടി കിടക്കുന്ന ഒരു അടിപൊളി വ്യൂ. അയ്യോ എന്തോന്ന് വൈബ്. ഇത് ഹൈവേ ആണോ? ഓ അതാണല്ലേ. ഓ കിടിലം. ആഹാ, കോട കണ്ട് ഇങ്ങനെ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയാണ്. ഇവിടെ ഒരു രക്ഷയില്ല. കാണ്ട എൻ്റെ പുറകിലും ഒക്കെ ഇങ്ങനെ കോട നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നും കാണാൻ വയ്യ. ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. റോഡ് അവിടുന്ന് വണ്ടി വരുന്നത് പോലും കാണാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ കോട പറന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ഹൈവേ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് മൂന്നാറിന്റെ ക്ലൈമറ്റ്. അതെ അതെ, ഇങ്ങനെ ചെറിയ മഴയുള്ള ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? പെരിയ കനാൽ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബിനു ബ്രോ വണ്ടി എടുത്ത് അങ്ങ് കൊണ്ടിടാൻ വേണ്ടി പോയി. ഇതാണ്ടോ വാട്ടർഫാൾസ് ഇവിടെ നിന്ന് തന്നെ കാണാം. ഇതോ ഉണ്ടോ, ഇതാണ് പെരിയ കനാൽ വാട്ടർഫാൾസ്. ഇങ്ങ് മുകളിന്ന് വരുന്നുണ്ടോ? മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്കുള്ള വഴിയിൽ ആനയിറങ്ങൽ അണക്കെട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടം. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെയുള്ള ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് പെരിയ കനാൽ. ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ദേവികുളത്തു നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 8 കിലോമീറ്ററും മൂന്നാർ ടൗണിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 22 കിലോമീറ്ററും സിസ്കൗണ്ടി റിസോർട്ടിൽ നിന്നുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 28 കിലോമീറ്ററും ദൂരത്തിനകത്താണ് ഈ പെരിയ കനാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേസ് ആ കാണുന്നതാണ് ആനയിറങ്ങൽ ഡാം. കണ്ടോ, ഇവിടെയാണ് മറ്റേ എലിഫൻ്റ് അബോർഡ് ബോട്ടിംഗ് സെൻറ്റർ ആനയിറങ്ങൽ. അപ്പോൾ ഇതുവഴിയാണ് അകത്തേക്ക് പോകേണ്ടത്. ഞങ്ങളിത് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയും രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും നല്ല വ്യൂ കിട്ടുന്നു. താഴെ കൂടെയാണ് പോകേണ്ടത് അല്ലേ? താഴത്തെ വഴിയാണ് അല്ലേ? ഇത് ആനയെ കാണാൻ പറ്റുമോ ഈ വഴിയിൽ? ആനയെ കാണുന്നത് നമ്മള് ലക്കി ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആനയുള്ള സ്ഥലമായത്. കാട്ടിലൊക്കെ ആനയുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ ആ ലക്കില്ല. പക്ഷെ നമുക്ക് കുറച്ച് വ്യൂ കണ്ട് പോവാം, അത്രേ ഉള്ളൂ. നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ അവിടെ എത്തി. പക്ഷേ ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അഡൽറ്റിന് വന്നിട്ട് 50 രൂപയും 4 വീലറിന് അത് വണ്ടിക്കല്ല, വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. വണ്ടിക്കില്ലേ? വണ്ടിക്കില്ല. വണ്ടിക്ക് എല്ലാം ചേർത്താണ് ഒരാൾക്ക് 50 രൂപ, പെർ ഹെഡ് 50 രൂപ. പിന്നെ സ്റ്റിൽ ക്യാമറയ്ക്ക് എന്തായാലും പൈസ അടച്ച് തന്നിട്ടുണ്ട്. 300 രൂപ, 50 രൂപ, 150 രൂപ. 150 രൂപ. അപ്പം മൊബൈലിൽ വന്നെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഈ വീഡിയോ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പൈസ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ച വന്നാലും ഒന്ന് കാണാം. അപ്പം നമ്മളുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡാം കാണാൻ വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ്. ഈ അണക്കെട്ട് ഒരു വശത്ത് വനത്താലും മറുവശത്ത് ടീ പ്ലാന്റേഷനാലും ചുറ്റപ്പെട്ടിരിക്കുന്നു.
ചുറ്റുമുള്ള ടീ പ്ലാന്റേഷൻ ടാറ്റ ടീയുടെ പ്ലാന്റേഷനാണ് നമ്മൾ കാണുന്നത്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ ജലസംഭരണി നിറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാമിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചുറ്റും നല്ല ഗാർഡനും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലവും അതുപോലെ തന്നെ നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഷെഡുകളും ഒക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഒരു വശം വനമായതിനാൽ ആന വെള്ളം കുടിക്കാൻ വരും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ആനയെ കണ്ടില്ല. അപ്പോൾ ആന വരുമായിരിക്കാം, കാരണം ഒരു വശത്ത് വനമാണല്ലോ. നമ്മുടെ മെയിൻ റോഡിൽ നിന്നും ഏകദേശം 600 മീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന റോഡ് സ്വല്പം മോശമാണ്. എന്നിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഗാർഡനും അതുപോലെ ഫുഡ് കോർട്ടും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സീസൺ സമയത്ത് ഇവിടെ എന്തായിരുന്നാലും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്തായാലും ഒരു ദിവസം വന്ന് കുറച്ച് സമയം ഇവിടെ അടിച്ചു പൊളിച്ച് കുടുംബത്തോടു കൂടി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ആനയിറങ്കൽ അണക്കെട്ട്. ഞങ്ങൾ ഡാമിൻ്റെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഴ, ഇനി അവിടെ നിന്ന് ശരിയാവില്ല. ഇനി നമുക്ക് തിരിച്ചു പോകാം. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. സീസൺ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾ കാണും, ബോട്ട് സർവീസും ഒക്കെ കാണും. ഇപ്പോൾ ഒന്നുമില്ല. എന്നാലും നമുക്ക് തിരിച്ചു പോകാം. ഓഡിയോ കൊണ്ട് കിതയ്ക്കുന്നു. ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഫുൾ എപ്പിസോഡും കാണുക. ഫുൾ എപ്പിസോഡും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മൂന്നാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ചുമ്മാ വന്ന് ഓടി വന്ന് മൂന്നാർ എന്ന് പറഞ്ഞ് മൂന്നാർ പോയി താമസിച്ച് അവിടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം, എക്കോ പോയിന്റ് ഇത് മാത്രം കണ്ടിട്ട് തിരിച്ച് പോകരുത്. കാരണം വെച്ചാൽ മൂന്നാറിൽ ഇനിയും കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണണം, കണ്ടിട്ട് തിരിച്ചു പോകാവൂ. അപ്പോൾ നമ്മൾ 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. 5 ഡേ ഇവിടെ താമസിക്കുകയാണെങ്കിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാം, അത് സ്വിസ് കൗണ്ടി റിസോർട്ടിൽ നിന്നും പോയിട്ട് വരാൻ പറ്റുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്. കാരണം സ്വിസ് കൗണ്ടി റിസോർട്ടാണ് നമ്മുടെ ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താമസിച്ചുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന മൂന്നാറുള്ള കിട്ടിലം സ്പോട്ടുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയത് കൊണ്ടാണ് ഫസ്റ്റ് ഡേ ട്രിപ്പ് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ സെക്കൻഡ് ട്രിപ്പ് ഇതായിട്ട് കാണിക്കും. പക്ഷേ അത് സെക്കൻഡ് ഡേ ആയിരിക്കില്ല, ഫസ്റ്റ് ഡേയുടെ ബാക്കിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ, എല്ലാവർക്കും ബൈ.